നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ എൻ്റെ കോപ്പർട്ടി ഫെയിലിയർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പം ഞാൻ കോപ്പർട്ടി ഇടാൻ പോകുന്നതിന് മുമ്പായാലും അതിന് ശേഷമായാലും എൻ്റെ അടുത്ത് കുറേ ഡൗട്ടും കാര്യങ്ങളും കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്കും ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഇത് ഇടാൻ പോകുന്ന സമയത്ത്. ഇങ്ങനെ ഇടാൻ പോകുന്നതിന് മുമ്പ് കുറേ പേര് കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇടാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര വേദനയായിരിക്കും, പിന്നെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സേഫ് ആയിരിക്കുമോ, ഫെയിലിയർ ആയിട്ടാണ് കുറേ കേട്ടിട്ടുള്ളത്, അങ്ങനെയൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ടോ. അത് കഴിഞ്ഞിട്ട് ഇട്ട ശേഷം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വേദന ഉണ്ടായിരുന്നോ, എങ്ങനെയാണ് ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ അങ്ങനെ കുറേ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേ. 2023 ഫെബ്രുവരി 3 എൻ്റെ ഫസ്റ്റ് ഡെലിവറി നടന്നത്. അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും ഡെലിവറി ടൈമിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു, നോർമൽ ഡെലിവറി നടന്നു, കുഞ്ഞിനെ സേഫായിട്ട് കിട്ടിയിട്ടോ. അപ്പം തന്നെ ഞാൻ തീരുമാനിച്ചായിരുന്നു ഇനി ഉടനെ ഒന്നും അടുത്തതില്ലാന്നേ. അപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് മതി, കുഞ്ഞിന് ഒരു 5 വയസ്സൊക്കെ ആയിട്ട് മതിയെന്ന് എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തീരുമാനിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും കുട്ടികൾ ഒന്നിച്ച് വളർന്നു പൊക്കോളും പെട്ടെന്നായി കഴിഞ്ഞാൽ എന്നൊക്കെ. പക്ഷേ നമ്മുടെ മൂത്ത ആളുടെ അടുത്ത് നിന്ന് നമ്മൾ ഒരുപാട് മാറേണ്ടി വരും. ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. മൂത്ത ആളുടെ അടുത്ത് നിന്ന് ഒരുപാട് മാറേണ്ടി വരും, അവളെ കുറച്ചിങ്ങനെ മാറ്റി നിർത്തേണ്ടി വരും. അതൊക്കെ അന്ന് ഓർത്തിട്ടാണ് ഞാൻ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മതി എന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഒരു നമ്മുടെ PHCന്ന് സിസ്റ്റർമാർ വിളിച്ചിട്ട് ഇങ്ങനെ കോപ്പർട്ടി ഇടുന്ന കാര്യം പറഞ്ഞു കേട്ടോ. അപ്പം കോപ്പർട്ടി ഇടാൻ ആദ്യം എനിക്ക് സമ്മതമായിരുന്നു, പക്ഷേ ഹസ്ബൻഡൊക്കെ ആയാലും വേണമെന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു തീരുമാനം എടുത്ത് കോപ്പർട്ടി ഇടാമെന്ന് തീരുമാനിച്ചു. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മൂത്ത കുട്ടിക്ക് ഒരു 5 വയസ്സൊക്കെ ആയിട്ട് മതി എന്നുള്ള തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും നിന്നത്. അതുകൊണ്ട് തന്നെ കോപ്പർട്ടി ഇടാൻ തീരുമാനിച്ചിട്ടോ. അങ്ങനെ കോപ്പർട്ടി ഇടാൻ തീരുമാനിച്ചിട്ട് പിന്നെ അവരെ വിളിച്ച് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു നമ്മൾ പീരിയഡ്സ് ആയിട്ട് നമ്മൾ പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ട് പീരിയഡ്സ് ആയതിനു ശേഷമേ കോപ്പർട്ടി ഇടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഫെബ്രുവരിയിൽ ഡെലിവറി ആയി. എനിക്ക് ഫസ്റ്റ് പീരിയഡ്സ് ആവുന്നത് നവംബറിലായിരുന്നു കേട്ടോ. അപ്പോൾ നവംബറിൽ തന്നെ ഞങ്ങൾ കോപ്പർട്ടി ഇടാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഞാൻ PHC ചെന്നപ്പോൾ ആദ്യം തന്നെ അവർ നമ്മുടെ കോപ്പർട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. എന്താണ് കോപ്പർട്ടി എന്നും പിന്നെ ഇതെങ്ങനെ ഇടുന്നതെന്ന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫെയിലിയറിൻ്റെ കാര്യങ്ങളും എല്ലാം അവർ അന്ന് തന്നെ പറഞ്ഞു തന്നായിരുന്നു കേട്ടോ. കോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ആദ്യത്തെ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടൊക്കെ നമുക്കുണ്ടാവും ഇപ്പോൾ പ്രഗ്നൻ്റ് ആവണ്ട അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി എന്നുള്ളവർക്ക് പ്രഗ്നൻസിയെ താൽക്കാലികമായിട്ട് തടഞ്ഞു നിർത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് കോപ്പർട്ടി. അപ്പോൾ ഇത് കാണാനായിട്ടുണ്ടല്ലോ ഒരു T ഷേപ്പിലുള്ള ഒരു ഡിവൈസാണ്. അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരു കോപ്പറിൻ്റെ ഒരു വയർ പോലത്തെ സാധനം ഇങ്ങനെ ചുറ്റി ഇതായിട്ടുണ്ട് കേട്ടോ. അതാണ് കോപ്പർട്ടി. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ യൂട്രസിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഒരുപാട് വലുപ്പമൊന്നുമില്ല, ഒരു ഇത്ര ഉണ്ടാവുള്ളൂ, കുഞ്ഞ് സാധനമാണ് കേട്ടോ, ഒരു കുഞ്ഞ് ഡിവൈസാണ്. അങ്ങനെ കോപ്പർട്ടി എന്താണെന്നും കോപ്പർട്ടി ആ ഒരു ഡിവൈസൊക്കെ എന്നെ ആദ്യം തന്നെ കാണിച്ചു തന്നെ കേട്ടോ. പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫെയിലിയറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ. അപ്പോൾ 10,000-ൽ ഒരാൾക്ക് ഇത് ഫെയിലിയർ ആവുമെന്നാണ് സിസ്റ്റർമാർ പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഫെയിലിയർ ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അങ്ങനെ പറഞ്ഞു, അതൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അത് പേടിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നേ. വേദന ഉണ്ടാവില്ലെന്ന്. അപ്പോൾ വേദന ഒന്നും ഉണ്ടാകത്തില്ല, പേടിക്കേണ്ട ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കോപ്പർട്ടി ഇടാനായിട്ട് തീരുമാനിച്ചു. കോപ്പർട്ടി ഇടാനായിട്ട് നമ്മുടെ ഒരു ചെറിയ റൂമിൽ കയറ്റിയിട്ട് ഒരു 5 മിനിറ്റ് കാര്യമുള്ളൂ കേട്ടോ കോപ്പർട്ടി ഇടുന്നത്. നമ്മുടെ കോപ്പർട്ടി ഒരു സംഭവത്തിൽ വെച്ചിട്ട് നമ്മുടെ യൂട്രസിലേക്ക് കയറ്റി ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതെപ്പോഴാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പീരിയഡ്സ് ആയിട്ട് നമ്മുടെ ഓവുലേഷൻ്റെ ടൈം ഉണ്ടല്ലോ, 4ാമത്തെ ദിവസം തൊട്ട് നമുക്ക് കോപ്പർട്ടി ഇടാമെന്ന്. 3ാമത്തെ ദിവസം 4ാമത്തെ ദിവസം തൊട്ട് നമുക്ക് കോപ്പർട്ടി നമ്മുടെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. ആ സമയത്ത് നമ്മുടെ യൂട്രസിന് ഓപ്പൺ ആയിട്ടിരിക്കുന്ന കാരണം ആ സമയത്താണ് ഇത് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പം എനിക്ക് ചെയ്തത് ഒരു 4ാമത്തെ ദിവസത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 4ാമത്തെ ദിവസം നമ്മുടെ ബ്ലീഡിങ് ഒക്കെ അത്യാവശ്യം നിന്ന് കഴിയുമ്പോഴാണ് കേട്ടോ ഇത് നമ്മുടെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, ഭയങ്കര വേദനയായിരിക്കും എന്നൊക്കെ കുറേ പേരിങ്ങനെ പറഞ്ഞ് എന്നെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വേദന അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, പേടിക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ വേദനയോ കാര്യങ്ങളൊന്നും നമുക്കുണ്ടാകത്തില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് കാര്യമുള്ളൂ. ജസ്റ്റ് അത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുക, അവരത് നമ്മുടെ യൂട്രസിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കും, അത്ര മാത്രമേ ഉള്ളൂ. പേടിക്കേണ്ട ഒരു കാര്യമില്ല.
അങ്ങനെ കോപ്പർട്ടിയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു ചിലർക്ക് ബ്ലീഡിങ് ഉണ്ടാവും, അപ്പോൾ ചിലർക്ക് 3 മാസം വരെ നിൽക്കും, ചിലർക്ക് കുറച്ച് ദിവസം നിൽക്കത്തുള്ളൂ, പിന്നെ നടുവേദന ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ 3 മാസം വരെ ബ്ലീഡിങ് ഉള്ളത് നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് ബ്ലീഡിങ് നടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ, നല്ല ബ്ലീഡിങ് നടുവേദനയൊക്കെ ആണെങ്കിൽ ഡോക്ടറെ കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കേസിൽ എനിക്ക് എന്നതൊരു 30 ദിവസമാണ് ബ്ലീഡിങ് നിന്നുള്ളൂ. 30 ദിവസം എന്ന് പറഞ്ഞാൽ ചെറിയ ബ്ലീഡിങ് ഉണ്ടായിരുന്നുള്ളൂ, വലിയ കാര്യമായിട്ട് ബ്ലീഡിങ്ങോ നടുവേദനയോ ഒന്നും ഉണ്ടായില്ല കേട്ടോ. പക്ഷേ എൻ്റെ കൂട്ടുകാർക്ക് കുറേ പേർക്ക് ഉണ്ടായിട്ടുണ്ട്, ഭയങ്കര നടുവേദനയായിരുന്നു. പിന്നെ കുറേ നാളിങ്ങനെ ബ്ലീഡിങ് നിന്നതുണ്ട്. ഇങ്ങനെ ബ്ലീഡിങ് നിന്നിട്ട് കോപ്പർ എടുത്ത് കളഞ്ഞ കേസും അങ്ങനെയൊക്കെ എൻ്റെ ഫ്രണ്ട്സിന് കുറേ പേർക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ഓർത്തിട്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്താ ഭയത്തിന് 30 ദിവസം നിന്നുള്ളൂ ബ്ലീഡിങ്, വലിയ കാര്യമായിട്ടില്ലായിരുന്നു, ചെറിയ ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷമാണ് ഇതിൻ്റെ കാലാവധി. 2 വർഷം കഴിയുമ്പോൾ നമുക്കിത് മാറ്റി തരണം എന്ന് പറഞ്ഞ്, 2 വർഷം കഴിയുമ്പോൾ വരണം, എന്നിട്ട് ഇത് മാറ്റി തരണം എന്ന് പറഞ്ഞു ഈ ഒരു ഡിവൈസ്. അങ്ങനെ കോപ്പർട്ടി ഒക്കെ ഇട്ടു അവിടുന്ന് പോകുന്നു. അപ്പം നവംബറിലാണ് കേട്ടോ ഞാൻ കോപ്പർട്ടി ഇടുന്നത്. നവംബറിൽ കോപ്പർട്ടി ഇട്ടു. എനിക്ക് വേറെ കാര്യങ്ങൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, നടുവേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. 30 ദിവസം ബ്ലീഡിങ് ഉണ്ടായിരുന്നു, ചെറുതായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു, വേറെ വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല കേട്ടോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. അത് കഴിഞ്ഞ് ഒരു ജൂൺ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക്, അതുവരെ എനിക്ക് പീരിയഡ്സ് എല്ലാ കാര്യങ്ങളും റെഗുലർ ആയിരുന്നു. ഒരു ജൂണൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പീരിയഡ്സ് ഒക്കെ നിന്നു. അപ്പോൾ കോപ്പർട്ടി ഇട്ടേക്കുവാണല്ലോ, അപ്പോൾ നമുക്ക് ഭയങ്കര വിശ്വാസമായിരുന്നേ. എന്നാ പ്രഗ്നൻ്റ് ആയിട്ടില്ല എന്ന് എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു കേട്ടോ കോപ്പർട്ടി ഇട്ട കാരണം. അങ്ങനെ ജൂലൈ ആയിട്ടും പീരിയഡ്സ് ആയിട്ടില്ല. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അങ്ങനെ പ്രഗ്നൻ്റ് ആയി. പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു കോപ്പർട്ടി ഉള്ളിൽ ഇരിക്കുന്ന കാരണം ഉടനെ നമ്മൾ സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി സ്കാനൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് ഇത് ഫെയിലിയർ ആയെന്ന് അറിയാനായിട്ടാണ് ഡോക്ടർ ഇങ്ങനെ സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ സ്കാൻ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫെയിലിയറിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കോപ്പർട്ടി കുറച്ചും കൂടി ഇറങ്ങിപ്പോകുന്നായിരുന്നു എന്ന് പറഞ്ഞു, താഴേക്ക് ഇറങ്ങിയിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കോപ്പർട്ടി ഫെയിലിയർ ആയത്. അപ്പം കോപ്പർട്ടിയുടെ പൊസിഷൻ മാറുന്നതനുസരിച്ച് നമുക്കത് ഫെയിലിയർ ആയി പോകും കേട്ടോ. എൻ്റെ ഇങ്ങനെ ശരിക്കും നല്ല രീതിയിൽ താഴേക്ക് വന്നായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ എടുത്തു കളയാവുന്ന രീതിയിൽ അത്ര താഴേക്ക് ഇരിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം സ്കാനിങ് കാണിക്കാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിങ്ങനെ താന്നിരുന്നുകൊണ്ടാണ് ഫെയിലിയർ ആയിപ്പോയെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ അവിടെ നിന്ന് തന്നെ അവർ ലേബർ റൂമിൽ കയറ്റിയിട്ട് അത് ഉള്ളിൽ നിന്ന് എടുത്ത് കളഞ്ഞു കേട്ടോ. ചില കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോപ്പർട്ടി യൂട്രസിൻ്റെ അകത്തേക്ക് എന്തോ ഇങ്ങനെ കയറിയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കയറിയിരുന്നു കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് മാറ്റാൻ പറ്റത്തില്ല, അത് ഡെലിവറിയോട് കൂടി മാത്രമേ പുറത്തേക്ക് വരത്തുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ ആദ്യം സ്കാൻ എടുപ്പിച്ചത്. അങ്ങനെ പൊസിഷൻ മാറുന്നതിനനുസരിച്ചാണ് തോന്നുന്നു കേട്ടോ നമ്മളിങ്ങനെ പ്രഗ്നൻ്റ് ആവണത്, പിന്നെ ഈ സംഭവം ഫെയിലിയർ ആയി പോകുന്നത്. അങ്ങനെ എന്തായാലും പ്രഗ്നൻ്റ് ഒക്കെ ആയി വീട്ടിൽ വന്നിങ്ങനെ അപ്പോൾ നമ്മൾ കൂട്ടുകാരായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പേരൊക്കെ ശരിക്കും അത്ഭുതപ്പെട്ടു കേട്ടോ. കോപ്പർട്ടി ഇട്ടിട്ടും പ്രഗ്നൻ്റ് ആയത് എങ്ങനെ ഫെയിലിയർ ആയി എന്നൊക്കെ ചോദിച്ച് കുറേ പേര് അത്ഭുതപ്പെട്ടു. പക്ഷെ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ പിന്നെ ആൾക്കാരുണ്ട് ഇങ്ങനെ കോപ്പർട്ടി ഇട്ട് ഫെയിലിയർ ആയിട്ടുള്ള കുറേ പേരുണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ കോപ്പർട്ടിനെ കുറിച്ച് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 100-90% ഇത് സേഫാണ് കേട്ടോ. പക്ഷെ ഒരു 10% ഫെയിലിയർ ആണ്. ഞാൻ പിന്നെ കുറേ ഇങ്ങനെ സംസാരിച്ച് കേട്ടിട്ട് ഇങ്ങനെ കുറേ നോക്കിയിട്ടും കുറേ പേര് തന്നെ ഫെയിലിയർ ആയിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 10% എന്തായാലും ഫെയിലിയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ നമ്മുടെ PHCന്ന് സിസ്റ്റർമാർ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരും കേട്ടോ. ഇതിൻ്റെ ഫെയിലിയറിൻ്റെ കാര്യം, ഇതിൻ്റെ ഫെയിലിയറൊക്കെ നമുക്ക് ഇടുന്നതിന് മുമ്പ് ഇവർ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പിന്നെ എല്ലാ കാര്യത്തിലും ഫെയിലിയർ ഉണ്ടല്ലോ, എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റീവ് കണക്കുന്ന നെഗറ്റീവ് സൈഡ് ഉള്ളതുപോലെ തന്നെ ഇതിനും ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പം പ്രഗ്നൻസിയിൽ ഇപ്പം നമ്മുടെ ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഒരുപാടുണ്ടെങ്കിലും എല്ലാം തന്നെ 100% സക്സസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതായത് നമ്മൾ താൽക്കാലികമായിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളും സക്സസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നില്ലേ. കുറേ വീഡിയോസിലായാലും കണ്ടു നമ്മൾ കോപ്പർട്ടി ഇടുന്നതും അതുപോലെ പിന്നെ ഗുളിക കഴിക്കുന്നതൊക്കെ നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗുളിക കഴിക്കുന്നതെങ്കിൽ അത് കുഞ്ഞിനും ദോഷകരമാണെന്നും അങ്ങനെയൊക്കെ കുറേ വീഡിയോസിൽ അങ്ങനെ കുറേ കേട്ടിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെയുള്ള നമുക്ക് നേരെ നമ്മുടെ കുഞ്ഞിന് ഒരു രീതിയിലും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു സംഭവം കോപ്പർട്ടി തന്നെ ഉള്ളൂ. എല്ലാ രീതിയിലും ബാക്കിയുള്ള രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ സേഫ് കോപ്പർട്ടിയാണ്. പക്ഷേ ഫെയിലിയറിൻ്റെ ചാൻസ് കുറച്ചുകൂടി കൂടുതൽ അതിനുണ്ടെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ എൻ്റെ കോപ്പർട്ടി ഫെയിലിയറിൻ്റെ കാരണം എനിക്ക് കോപ്പർട്ടി ഇട്ടതിൽ നിന്നുണ്ടായ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അത്രേ ഉള്ളൂ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ. ടാറ്റാ.